ഈ മനസ്സോടെ നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം നോക്കാം തലക്കെട്ട്. വനിതാ സംവരണ ബില്ലിൽ ലോക്സഭയിൽ ഇന്നും നാളെയും ചർച്ച. ലോക്സഭയിലും നിയമസഭകളിലും വനിതകൾക്കായി സംവരണം ചെയ്യുന്നത് 1/3 സീറ്റ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബില്ലിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷം. മണ്ഡല പുനർനിർണയത്തിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പ് ഇന്ന്. കോളേജിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവരിൽ നിന്നും വിവരങ്ങൾ സ്വീകരിക്കും. മാനേജ്മെന്റുമായുള്ള ചർച്ചയും ഇന്ന്. കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് സാധ്യത. കോളേജിന്റെ അംഗീകാരവും റദ്ദാക്കിയേക്കും. സംസ്ഥാനം വെന്തുരുകുന്നു. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്താൻ സാധ്യത. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നു. ഇന്ന് വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. ഇറാൻ അമേരിക്ക രണ്ടാം വട്ട ചർച്ച ഉടൻ ഇസ്ലാമാബാദിൽ. സ്ഥിരീകരിച്ച വൈറ്റ് ഹൗസ്. എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യക്ക് അനുവദിച്ചിരുന്ന ഉപരോധ ഇളവുകൾ പുതുക്കില്ല എന്ന് അമേരിക്ക. US നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US ട്രഷറി സെക്രട്ടറി. KC വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസിൽ പോര് രൂക്ഷം. K സുധാകരന്റെ നിലപാടിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തി. പരസ്യ പ്രതികരണങ്ങൾ ഹൈക്കമാൻഡ് വിലക്കിയേക്കും. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസിനെ 5 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 49 റൺസ് നേടിയ വിരാട് കോഹ്ലി ടോപ്പ് സ്കോറർ. ജയത്തോടെ RCB പോയിന്റ് പട്ടികയിൽ ഒന്നാമത്.